യൂറോപ്പ് കൊടും ചൂടിൽ പൊറുതിമുട്ടുന്നതിന്റെ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തുവരുന്നത്. ഏകദേശം 43 ഡിഗ്രി സെൽഷ്യസ് ആണ് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലെയും ശരാശരി താപനില. ചൂട് കൂടിയത് കാരണം നൂറുകണക്കിന് പേരാണ് മരിച്ചത്. റെയിൽവേ സർവീസുകളടക്കം മുടങ്ങി. ജനജീവിതം തന്നെ ദുസ്സഹമായിരിക്കുകയാണ്. ഇതിനിടെ 43 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് അത്രമാത്രം വലിയൊരു താപനിലയാണോ എന്നൊരു ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഇന്ത്യയിൽ താപനില 48 ഡിഗ്രി വരെയൊക്കെ എത്തുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ യൂറോപ്പിലെ 43 ഡിഗ്രി എന്നത് വലിയ വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നത്. എന്താണ് സംഗതി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഡിഗ്രി സെൽഷ്യസ് ഇന്ത്യയിലായാലും യൂറോപ്പിലായാലും ഒരേ താപനില തന്നെയല്ലേ? പിന്നെ യൂറോപ്പിൽ 43 ഡിഗ്രി എത്തിയപ്പോൾ ഇത്രയും വലിയ വാർത്തയാക്കുന്നത് എന്തിന്? ഇതാണ് ചോദ്യം. പക്ഷെ ഈ ചോദ്യത്തിലൊരു പ്രശ്നമുണ്ട്. താപനില എങ്ങനെ അനുഭവപ്പെടുന്നു എന്നത് തെർമോമീറ്ററിനെ മാത്രം അടിസ്ഥാനമാക്കി അളക്കാവുന്ന ഒന്നല്ല എന്ന അടിസ്ഥാന കാര്യമാണ് ഇവിടെ നിരാകരിക്കപ്പെടുന്നത്. ഈർപ്പം, നേരിട്ടുള്ള സൂര്യപ്രകാശം, കാറ്റ്, രാത്രികാല തണുപ്പ്, നഗരത്തിന്റെ രൂപകൽപ്പന, കെട്ടിടങ്ങൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു തുടങ്ങിയ ഘടകങ്ങൾ കൂടി ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചൂടിനെ സ്വാധീനിക്കുന്നത് ഘടകമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന 43 ഡിഗ്രി പോലെ ആയിരിക്കില്ല യൂറോപ്പിലെ അവസ്ഥ. യൂറോപ്പിലെ പല രാജ്യങ്ങളും വർഷങ്ങളായി തണുത്ത കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് അവിടുത്തെ വീടുകൾ ശൈത്യകാലത്ത് ചൂടകത്ത് നിലനിൽക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. കട്ടിയുള്ള ഭിത്തികൾ, ചെറിയ ജനലുകൾ, കുറഞ്ഞ വായുസഞ്ചാരം ഇവയെല്ലാം തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ്. ഇങ്ങനെയൊരു മേഖലയിൽ പെട്ടെന്ന് ചൂട് കൂടിയാൽ വീടുകളൊക്കെ ഒരു മൈക്രോവേവ് അവൻ പോലെയായി മാറും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. റോഡുകൾ ഉൾപ്പെടെ യൂറോപ്പിലെ ഓരോ നിർമ്മിതികളും വലിയ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടവയല്ല. അതുകൊണ്ടാണ് ഉഷ്ണതരംഗം പോലെയുള്ള പ്രതിഭാസം യൂറോപ്പിൽ വ്യത്യസ്തമായി അനുഭവപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ കാര്യമെടുക്കൂ. അത് യൂറോപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. എല്ലാ വീടുകളിലും എയർ കണ്ടീഷണർ ഇല്ലെങ്കിലും ഫാനുകൾ സാധാരണമാണ്. അതിനേക്കാൾ ഉപരി കടുത്ത വേനൽക്കാലം നമ്മൾ പതിവായി അനുഭവിക്കുന്നതിനാൽ നമ്മുടെ ജീവിത രീതിയും അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ലഘുവായ വസ്ത്രങ്ങൾ ധരിക്കുക, ഇത്തരം ശീലങ്ങൾ നമ്മളിൽ സാധാരണമാണ്. ശരീരവും ഒരു പരിധിവരെ ഇത്തരം കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിനെ വലയ്ക്കുന്ന മറ്റൊരു പ്രധാന വിഷയം ഈർപ്പമാണ്, അതായത് ഹ്യൂമിഡിറ്റി. നമ്മുടെ ശരീരം തണുക്കുന്നത് വിയർപ്പിലൂടെയാണ്. വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ ശരീരത്തിലെ ചൂടും പുറത്തേക്ക് പോകും. എന്നാൽ വായുവിൽ ഈർപ്പം കൂടുതലാണെങ്കിൽ വിയർപ്പ് ശരിയായി ഉണങ്ങില്ല. അതോടെ ശരീരത്തിലെ ചൂട് പുറത്തു പോകാതെ കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടും. അതുകൊണ്ടാണ് 35 ഡിഗ്രി മാത്രമുള്ള ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ദിവസം ചിലപ്പോൾ 43 ഡിഗ്രിയേക്കാൾ കൂടുതൽ ചൂടായി അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ടാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. യഥാർത്ഥ താപനിലയല്ല അത്, എന്നാൽ നമ്മുടെ ശരീരത്തിനുള്ളതിനേക്കാൾ അധികം ചൂട് തോന്നും. 43 ഡിഗ്രി ഇന്ത്യയിലും 43 ഡിഗ്രി യൂറോപ്പിലും ശാസ്ത്രീയമായി ഒരേ താപനില തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ അനുഭവപ്പെടുമെന്നത് തീരുമാനിക്കുന്നത് ചുറ്റുപാടുകളാണ്. കാലാവസ്ഥ, ഈർപ്പം, വീടുകൾ, നഗരങ്ങൾ, എയർ കണ്ടീഷനിങ്, മനുഷ്യരുടെ ശീലങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് ഒരേ 43 ഡിഗ്രിയെ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ 43 ഡിഗ്രിയെ ഇന്ത്യയിലെ 43 ഡിഗ്രിയുമായി നേരിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.